ദൈവത്തിന്റെ മഹത്വം. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ന്യായപ്രമാണവും ക്രിസ്ത്യാനികളും എന്നുള്ള വിഷയമാണ്. ഞാൻ അതിനെക്കുറിച്ച് എല്ലാം വിശദമായി സംസാരിപ്പാൻ ഇന്ന് സമയമില്ലാത്തത് കൊണ്ട് ഇത് ഇപ്പോൾ സംസാരിപ്പാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ദൈവമക്കളുമായി പങ്കിടുവാനാണ് ആഗ്രഹിക്കുന്നത്. അതായത്, കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുൻപ് അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന പെന്തക്കോസ്ത് സംഘടനയുടെ ജനറൽ കൺവെൻഷനിൽ അതിന്റെ പ്രവർത്തകർക്ക് വേണ്ടി അതിന്റെ നേതാവ്, അതിന്റെ സൂപ്രണ്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് ദശാംശം എന്ന വിഷയത്തെക്കുറിച്ച് പരാമർശിക്കുകയും വളരെ വിമർശനാത്മകമായി മറ്റു പലരും അതിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നതിന്റെ ശ്രദ്ധയിൽപ്പെടുവാനിടയായി തീർന്നു. എന്നെ വളരെ നാളായി ചിന്തിപ്പിച്ചുകൊണ്ടിരുന്ന, എൻ്റെ ആത്മജീവിതത്തിൽ എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു വിഷയമാണ്. ഇന്നും പെന്തക്കോസ്ത് ലോകത്തിൽ ദൈവമക്കൾ പഴയ നിയമത്തിന്റെ അതിപ്രസരത്തിൽ ആഹ്ലാദിക്കുന്നു എന്നുള്ളത്. എവിടെ നോക്കിയാലും നമുക്ക് ആശ്വാസം ലഭിക്കണമെങ്കിൽ പഴയ നിയമം കേൾക്കണം. ഞായറാഴ്ചകളിൽ വളരെ ക്ലേശങ്ങളിൽ നിന്ന് ഓടി സഭായോഗത്തിലേക്ക് വരുന്ന ദൈവമക്കൾക്ക് ആശ്വാസം പകർന്നു കൊടുക്കുവാൻ നല്ല ഉദ്ദേശത്തോടെ ആ പള്ളിയിലെ പാസ്റ്റർമാർ ചെയ്യുന്നത് ഒരു സങ്കീർത്തനം വായിച്ച് അതിൽ നിന്ന് ഒരു നല്ല പ്രബോധനം പറയുകയാണ്. അങ്ങനെ പ്രസംഗം നോക്കിയാൽ ജനത്തെ ഒന്ന് ഇളക്കി, അല്ലെങ്കിൽ അവരുടെ വൈകാരിക മണ്ഡലങ്ങളെ ഒന്ന് ഉണർത്തി, ഒന്നുകിൽ രസിപ്പിച്ച്, അല്ലെങ്കിൽ ചിരിപ്പിച്ച്, അല്ലെങ്കിൽ അവരെ കരയിച്ച്, അവരെ ആവേശഭരിതരാക്കി ഒരു നല്ല കയ്യടിയോടെ ഒരു മെസ്സേജ് അവസാനിക്കുക എന്ന് പറഞ്ഞാൽ പാസ്റ്റർമാർക്ക് വളരെ സംതൃപ്തിയാണ്, ജനത്തിനും വളരെ സംതൃപ്തിയാണ്. എന്നാൽ ദൈവമക്കളോട് പറയുവാൻ എൻ്റെ ഹൃദയത്തിൽ ദൈവം പ്രകാശിപ്പിച്ചത് ക്രിസ്തീയ ജീവിതത്തിന്റെ അനുഭവം ഇതല്ല. യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മെ പഠിപ്പിച്ചു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്നോട് ചേർന്ന് എൻ്റെ നുഖമേറ്റ് എന്നോട് ചേർന്ന് പഠിപ്പീൻ, എന്നാൽ ഞാൻ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും. കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് അവിടുത്തെ നുഖം തങ്ങളുടെ ചുമലിൽ വെച്ച് കർത്താവിനോട് ചേർന്ന് ആ സൗമ്യതയുടെയും താഴ്മയുടെയും തണലിൽ ചേർന്നിരുന്ന് പഠിക്കുന്ന ഒരു ദൈവവൈദ്യന് മാത്രമേ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ ആത്യന്തികമായ വിജയവും ആശ്വാസവും ധൈര്യവും പ്രാപിക്കുവാൻ കഴിയുള്ളൂ. ലോകത്തിലെ അനർത്ഥങ്ങൾ, കഷ്ടങ്ങൾ, മനുഷ്യർക്ക് നേരിടുന്ന എല്ലാവിധ പരീക്ഷകളും ദൈവവൈദ്യന് നേരിടേണ്ടി വരും. എന്നാൽ അതിന് നടുവിൽ ലോകം തരാത്ത സമാധാനം, ഞാൻ എൻ്റെ സമാധാനം എന്ന് പറഞ്ഞ് നമുക്ക് കർത്താവ് കൈമാറിയിരിക്കുന്ന ആ സമാധാനം, ആശ്വാസം നമുക്ക് കൈവരണമെങ്കിൽ പഠിക്കുക അല്ലാതെ മറ്റു യാതൊരു കുറുക്കു വഴികളുമില്ല. എവിടെയാണ് പഠിക്കേണ്ടത്? എൻ്റെ നുഖമേറ്റ്. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അവിടെ കർത്താവ് ന്യായപ്രമാണത്തെ ഒരടിമ മുഖമാക്കി പൗലോസ് ദൈവമക്കളോട് പറയുകയാണ്. എന്നാൽ ഈ അടിമ മുഖത്തിൽ നിന്ന് മൃദുവായ ഒരു മുഖത്തിലേക്ക്
ലഘുവായ ഒരു ചുമടിലേക്ക് ആശ്വാസത്തോടെ വഹിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ കഴിയുന്ന ഒരു നുകത്തിന്റെ കീഴിലേക്ക് യേശു കർത്താവ് നമ്മെ ആത്മാവിൽ സ്വതന്ത്രരാക്കി നമ്മെ ആക്കിയിരിക്കുകയാണ്. നമുക്ക് പിന്നെയും ആശ്വാസത്തിന് വേണ്ടി അഭയം പ്രാപിക്കുവാൻ പിശാച് മതഭക്തിയിലൂടെ നമ്മെ പ്രേരിപ്പിക്കുന്നത് പഴയ നിയമത്തിന്റെ തണലിലാണ്. അത് വളരെ അപകടകരമായ ഒരു ആത്മീയ അവസ്ഥയാണ്. ഇത് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ദൈവമക്കൾ. ഇവിടെ അദ്ദേഹം ദശാംശത്തെ കുറിച്ച് വളരെ ആധികാരികമെന്ന് തോന്നത്തക്ക വിധത്തിൽ ഉൽപ്പത്തി മുതൽ പുതിയ നിയമം വരെ, കർത്താവ് തുടങ്ങി പൗലോസ്ലീഹ വരെ വളരെ ആധികാരികമായി എന്ന് തോന്നത്തക്ക നിലയിൽ വേദപുസ്തകത്തിലെ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് സംസാരിച്ചത്. പണിയാൻ യാക്കോബയിലായിരുന്നപ്പോൾ അവിടുന്ന് രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വന്നപ്പോൾ അവിടുത്തെ പല പുരോഹിതന്മാരും മാമോദീസായെ കുറിച്ച് ശരിയാണെന്ന് എഴുതിയ ആ പുസ്തകങ്ങൾ വായിച്ചാൽ അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് കുറെ വാക്യങ്ങൾ ഇങ്ങനെ മാല പോലെ എഴുതി വെക്കും. ഇത് കാണുന്ന തിരുവചനം വേദപുസ്തകം വായിക്കാത്ത ഒരു യാക്കോബക്കാരന്, അല്ലെങ്കിൽ യാക്കോബായുടെ പശ്ചാത്തലം ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്ന ഒരു യാക്കോബായ ഭക്തന് ഈ വാക്യങ്ങൾ കാണുമ്പോൾ അവന് തോന്നും, അയ്യോ, ഇത്രയും വാക്യങ്ങളുടെ പിൻബലമുള്ള ഒരു ഉപദേശം തെറ്റാണെന്ന് പെന്തിക്കോസുകാര് പഠിപ്പിക്കുന്നുവോ അവന്റെ ഹൃദയത്തിൽ വീറ് കയറും, വീര്യം കൂടും. എന്നാൽ ദൈവവചനം പഠിക്കുന്ന ഒരു ദൈവവൈതലിനെ ഇത് വായിച്ചാൽ ഈ ശിശുസ്നാനവുമായി ഈ പറയുന്ന വാക്യങ്ങൾക്ക് ഒരു ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കും. ഇതുപോലെ ഈ ദൈവദാസൻ ദശാംശത്തെ കുറിച്ച് ഉൽപ്പത്തി മുതൽ പുതിയ നിയമം വരെ പറഞ്ഞിരിക്കുന്ന കർത്താവും പൗലോസിന്റെയും വാക്യങ്ങൾ ഉദ്ധരിച്ചിരിക്കുന്നത് ഒന്നും തന്നെ ദശാംശം ഇന്ന് പുതിയ നിയമത്തിൽ പ്രാബല്യത്തിൽ ഇരിക്കുന്നു എന്ന് തെളിയിക്കുവാൻ മതിയായ തിരുവെഴുത്തുകൾ അല്ല എന്ന് ആത്മാവിൽ വചനം മനസ്സിലാക്കുന്ന ഒരു ദൈവത്തിന് മനസ്സിലാക്കുവാൻ ഒരു പ്രയാസവും ഇല്ല. അതേസമയം മതഭക്തിയിൽ പണ്ട് കുസ്തന്തീനോസിന്റെ കാലത്ത് മുതൽ സംഭവിച്ചതാണിത്. കത്തോലിക്ക സഭയിൽ തിരുവായിക്ക് എതിർവായില്ല എന്ന് പോപ്പിന്റെ വാക്കുകളെ കുറിച്ച് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു സഭാചരിത്രത്തിൽ. അതിനെക്കുറിച്ച് നാം പറയുന്നത് ഇരുണ്ട കാലഘട്ടം എന്നാണ്. ദൈവവചനം ജനം പഠിക്കുന്നില്ല, നേതാവ് എന്ത് പറയുന്നുവോ അത് ശരിയാണ്. ഇന്നും അത് തന്നെ ദൈവസഭയിൽ നിലനിൽക്കുന്നു. പാസ്റ്റർമാർ എന്ത് പറയുന്നുവോ, പ്രവാചകന്മാർ എന്ത് പറയുന്നുവോ, വാക്ചാതുര്യമുള്ള പ്രസംഗകർ എന്ത് പറയുന്നുവോ, അറിവ്, ജ്ഞാനം, ലോകജ്ഞാനം എന്ന് പറയുന്നുവോ, നേതാക്കന്മാർ എന്ന് പറയുന്നുവോ, അത് മാത്രം കേട്ട് ഒരു നാമധേയ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരു പെന്തക്കോസ്തുകാരന് ഇത് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ദൈവത്തിന്റെ നിത്യ നിർണയപ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൈവ പൈതൽ, അവന്റെ ജീവിതത്തിൽ ദൈവം അവനെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട്. അത് ഉത്തമമായ ഒരു ദൈവമക്കളുടെ ഉദാഹരണം കാട്ടി തിരുവചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ബരോബയിലുള്ളവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു, അവർ കേൾക്കുന്നത് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ ശോധന ചെയ്തുകൊണ്ടിരുന്നു. കർത്താവും മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ തുടങ്ങിയ ഗിരിപ്രഭാഷണത്തിൽ ദൈവരാജ്യത്തിന്റെ ആ മാനിഫെസ്റ്റോ, നിയമസംഹിത ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് കർത്താവ് 7-ാം അധ്യായത്തിൽ അവരോട് പറഞ്ഞു, എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ, അവിടെ വ്യക്തിപരമാണ്, ചെയ്യുന്നവൻ പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. അങ്ങനെ വിളിക്കപ്പെട്ട ഒരു ദൈവവൈതലിന്, യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലിന് അവന്റെ ക്രിസ്തീയ ജീവിതത്തിൽ
ഉത്തരവാദിത്വമുണ്ട്. തിരുവചനം യേശു ക്രിസ്തു എന്തു പറയുന്നു? കർത്താവിന്റെ അടുക്കൽ വന്ന് കർത്താവ് പറയുന്നത് മാത്രം കേട്ട് ആഴക്കുഴിച്ച് കർത്താവിന്റെ വചനങ്ങളിൽ തിരുവചനത്തെ അടിസ്ഥാനമിട്ട് വീട് പണിയേണ്ട ഉത്തരവാദിത്വം ഓരോ ദൈവമക്കളുടെയും വ്യക്തിപരമാണ്. അത് സംഘടനയുടേതല്ല, നേതാക്കന്മാരുടേതല്ല, മറ്റൊരാളുടേതല്ല. വിളിക്കപ്പെട്ട, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ദൈവവൈതന്റെ വ്യക്തിപരമായ ഉത്തരവാദിത്വമാണെന്ന് തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഞാൻ അത്രയും പറഞ്ഞ ഭാഗം വിടുകയാണ്. ഇവിടെ അദ്ദേഹം, ഈ ബഹുമാനപ്പെട്ട സൂപ്രണ്ട് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ഞാൻ നിങ്ങളുടെ നേതാവാണ്, എനിക്കത് നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റില്ല, നിങ്ങൾ ഇവിടെ ഇരുന്ന് അത് കേട്ടേ പറ്റൂ. അദ്ദേഹത്തിന്റെ ആത്മീയ അധികാരം ഉപയോഗിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യന്മാരോട്, സഭയോട് കൽപ്പിച്ച ആ തിരുവെഴുത്തിന്റെ നേരെയുള്ള ഒരു ലംഘനമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. പഴയ നിയമത്തിൽ കർത്താവിന്റെ കാലത്ത് ഗുരു എന്ന് വിളിക്കപ്പെടുവാൻ, റബി എന്ന് വിളിക്കപ്പെടുവാൻ, നേതാവെന്ന് വിളിക്കപ്പെടുവാൻ, പിതാവെന്ന് വിളിക്കപ്പെടുവാൻ വെമ്പൽ കൊണ്ടിരുന്ന യഹൂദ മതത്തിന്റെ നേതാക്കന്മാരെ നോക്കി, അവരെ നോക്കിക്കൊണ്ട് തന്റെ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ ആരെയും പിതാവെന്നോ ഗുരുവെന്നോ നേതാവെന്നോ വിളിക്കരുത്, അങ്ങനെ പേരെടുക്കരുത്. അതുകൊണ്ടാണ് ഞാന് അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എൻ്റെ അറിവില്ലാത്ത സമയത്ത്. എന്നാൽ പിന്നീട് ദൈവവചനം പഠിച്ചു വന്നപ്പോൾ കർത്താവിന്റെ കൽപ്പന ഇതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാന് ആത്മീയ ലോകത്തിൽ ആരെങ്കിലും സാറ് എന്ന് വിളിക്കുന്നത് തെറ്റാണെന്ന്, ദൈവവചനം കർത്താവിന്റെ കൽപ്പനയുടെ ലംഘനമാണെന്ന് അപ്പോസ്തലന്മാർ പോലും എടുത്തു പറഞ്ഞതല്ല, കർത്താവ് തന്നെ പറഞ്ഞതാണ്, അതിന്റെ ലംഘനമാണെന്ന് മനസ്സിലാക്കുവാനിടയായി. ലോകത്തിൽ ആരെയും ജനിപ്പിച്ച പിതാവിനെ പിതാവെന്ന് വിളിക്കുന്ന കാര്യമല്ല, ലോകത്തിൽ ബഹുമാനിക്കപ്പെടേണ്ടവരെ സാർ എന്ന് വിളിക്കുന്ന കാര്യമല്ല, ലോകത്തിലെ നേതാക്കന്മാരെ നേതാക്കന്മാരെന്ന് കാണുന്ന കാര്യത്തിലല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ആത്മീയമായി ദൈവസഭയിൽ ഇങ്ങനെയുള്ള സ്ഥാനമാനങ്ങൾ ചെയ്യരുത് എന്ന് കർത്താവ് വിലക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ആണ് ഞാൻ അദ്ദേഹത്തെ സാർ എന്ന് എൻ്റെ ഈ സംഭാഷണത്തിൽ ഞാൻ സംബോധന ചെയ്യാതിരിക്കുന്നത്. പ്രബുദ്ധരായ അസംബ്ലീസ് ബോർഡിന്റെ വിശ്വാസികൾ എന്നോട് ക്ഷമിക്കണം, ബഹുമാനപ്പെട്ട ദൈവദാസനും എന്നോട് ക്ഷമിക്കണം. കർത്താവിന്റെ വചനത്തോടുള്ള ആ ഒരു ആദരവ് കൊണ്ടാണ്, ഭയം കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാതിരിക്കുന്നത്. ഇവിടെ അദ്ദേഹം പറയുന്നത്, പോകട്ടെ വിഷയത്തിലേക്ക് വരാം. അദ്ദേഹം പറയുന്നത് ന്യായപ്രമാണത്തെ കർത്താവ് നീക്കേണ്ടത് മാത്രം നീക്കി നിലനിർത്തേണ്ടതിനെ നിലനിർത്തി ഇന്നും നിലനിർത്തിയിരിക്കുന്നു എന്ന്. അതിലെ പ്രധാനപ്പെട്ട കാര്യമാണ് ദശാംശം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ എൻ്റെ വിഷയം ദശാംശത്തിന് മാത്രം മറുപടി പറഞ്ഞ് പറയേണ്ട കാര്യമില്ല. കാരണം ഒരു വൃക്ഷത്തിന്റെ കൊമ്പുകളെല്ലാം വെട്ടിക്കളയുമ്പോൾ അതിനകത്തുള്ള ഫലങ്ങൾ മുഴുവനും ഉണങ്ങി അത് തീ കത്തിച്ച് കളയുന്നത് പോലെയോ അല്ലെ അത് മാറ്റിക്കളയുന്നത് പോലെയോ ന്യായപ്രമാണം നീക്കിക്കളഞ്ഞപ്പോൾ ഇവയെല്ലാം നീങ്ങിപ്പോയി എന്നുള്ളത് കൊണ്ട് അതിനെക്കുറിച്ചോ അതിലേതെങ്കിലും വിഷയത്തെക്കുറിച്ച് പ്രത്യേകമായി സംസാരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ദേവാലയത്തെക്കുറിച്ചും യാഗത്തെക്കുറിച്ചും അങ്ങനെ പൗരോഹിത്യത്തെക്കുറിച്ചുമൊക്കെ ചില ദൈവമക്കൾ മനസ്സിലാക്കേണ്ടതിന് വേണ്ടി ദൈവവചന പ്രകാരം വിഷയാധിഷ്ഠിതമായി വിഷയമായി പറയേണ്ടത് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ അത് പിന്നീടുള്ള സമയങ്ങളിൽ സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ കർത്താവ് ആത്മീയമായി നമ്മോട് പറഞ്ഞിരിക്കുന്ന ആ ദൈവത്തിന്റെ കൽപ്പനകൾ നമുക്ക് വളരെ ശ്രദ്ധിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. മത്തായി 5:18 കർത്താവ് പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രേ വന്നിരിക്കുന്നത്.
യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷത്തിൽ പിതാവിനോട് പറയുന്നത്, പിതാവേ, എന്റെ സമയം ലോകത്തിലുള്ള നാഴിക അടുത്തിരിക്കുന്നു. നീ എനിക്ക് ലോകത്തിൽ ചെയ്യുവാൻ തന്നിരിക്കുന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 36-37 വാക്യങ്ങളിൽ കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് ജയാളിയായി വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്: സകലതും നിവർത്തിയായി. എന്താണ് കർത്താവ് നിവർത്തിച്ചത്? മത്തായി 5:18, ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രേ വന്നത്. ന്യായപ്രമാണത്തിൽ എന്തെങ്കിലും ബാക്കി നിർത്തിയിരിക്കുന്നു എങ്കിൽ കർത്താവ് തന്റെ പ്രവൃത്തി ലോകത്തിൽ നിവർത്തിച്ചിട്ടില്ല, കർത്താവ് ഒരു പരാജയമായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്നാൽ യേശു പറഞ്ഞു, സകലതും നിവർത്തിയായി. അങ്ങനെ ന്യായപ്രമാണത്തെ നിവർത്തിച്ച് കർത്താവ് നീക്കി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. കർത്താവ് ന്യായപ്രമാണത്തെ കുറിച്ച്, ദശാംശം കൊടുക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചു. നിങ്ങൾ പരീശന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇന്നിന്ന കാര്യങ്ങളെല്ലാം ദശാംശം കൊടുക്കുന്നു. ജീരകത്തിലും ചതകുപ്പയിലും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ദശാംശം കൊടുക്കുന്നു. ന്യായം, നീതി, കരുണയെല്ലാം മറച്ചു കളയുന്നു. ദശാംശം കൊടുക്കുന്നവർ ഇന്ന് ചെയ്യുന്ന ഒരു വലിയൊരു കാര്യമാണത്. ആ വചനത്തിന്റെ അടിസ്ഥാനത്തിലും നാം ദശാംശം കൊടുത്തുകൊണ്ട് ആത്മീയമായി നമ്മുടെ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ മറക്കുന്നുവോ എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നാൽ ദശാംശം കൊടുക്കുവാനല്ല കർത്താവ് അവിടെ പറഞ്ഞത്. അത് യഹൂദന്മാരുടെ ആ പ്രവൃത്തി തെറ്റാണ്. നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ തന്നെ മറ്റേത് ത്യജിക്കാതിരിക്കണം. അവിടെ ദശാംശത്തെ കർത്താവ് സ്ഥാപിക്കുന്ന കാര്യമല്ല, അതെങ്ങനെയാണ് യഹൂദന്മാർ ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് കർത്താവ് പറഞ്ഞത്. ദേവാലയത്തിലേക്ക് നോക്കൂ. കർത്താവ് ദേവാലയത്തിൽ ചെന്ന് പറഞ്ഞു, ഇതെന്റെ പിതാവിന്റെ ആലയമാണ്, നിങ്ങൾ ഇതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. അവർക്ക് ബോധ്യമാക്കി കൊടുക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് ദേവാലയത്തെ മാറ്റിയില്ല എന്നല്ല അർത്ഥം. പൗരോഹിത്യവും അതുപോലെ തന്നെ, മതവും അതുപോലെ തന്നെ. അതുകൊണ്ട് കർത്താവ് പൗരോഹിത്യത്തെ നിവർത്തിച്ച് മാറ്റി എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നു. കർത്താവ് അതിനെ നിവർത്തിച്ചതാണ്. ഇനി ആ നിവർത്തിച്ച ന്യായപ്രമാണം നീക്കപ്പെട്ടു എന്ന് പൗലോസ് വളരെ വ്യക്തമായി എബ്രായ ലേഖനം 7:12 നമുക്ക് മനസ്സിലാകത്തക്ക ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം ന്യായപ്രമാണവും നീങ്ങിപ്പോകുവാൻ ആവശ്യം. പൗരോഹിത്യം മാറിപ്പോയോ? നിത്യമായി ലേവ്യ കുടുംബത്തിന് ലഭിച്ചിരുന്ന പൗരോഹിത്യം അവിടെ നിന്ന് മാറി യഹൂദ ഗോത്രത്തിലേക്ക്, യേശുക്രിസ്തുവിങ്കിലേക്ക് വന്നു. ആത്മീയമായി ആ പൗരോഹിത്യം അവിടെ നിന്ന് സകല രക്ഷിക്കപ്പെടുന്ന ദൈവമക്കളിലേക്കും ദൈവം സ്ഥാപിച്ചു. ആത്മീയമായി പൗരോഹിത്യം ഇന്നും നിലനിൽക്കുന്നുണ്ട്. ആത്മീയമായി അതേക്കുറിച്ച് ഞാൻ പിന്നീട് വിശദീകരിക്കാം. പഠിക്കുന്ന ദൈവമക്കൾക്ക് അത് അറിയാമായിരിക്കും. അതുകൊണ്ട് കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ ദശാംശത്തെ കുറിച്ചോ ആലയത്തെ കുറിച്ചോ പറഞ്ഞ വാക്കുകളൊന്നും തന്നെ ന്യായപ്രമാണം പുതിയ നിയമത്തിൽ അനുഷ്ഠിക്കണമെന്നുള്ള കാര്യത്തെക്കുറിച്ച് അല്ല. പൗലോസ് പറയുന്നു, പൗരോഹിത്യം മാറിപ്പോകുന്നത് കൊണ്ട് ന്യായപ്രമാണവും നീങ്ങിപ്പോകുവാൻ ആവശ്യം. 7:18 മുമ്പിലത്തെ കൽപ്പനയ്ക്ക് അതിന്റെ ബലഹീനതയും നിഷ്പ്രയോജനവും നിമിത്തം നീക്കം വന്നു. മുമ്പിലത്തെ കൽപ്പന എന്ന് പറയുന്നത് പഴയ നിയമമാണ്, മോശ മുഖാന്തരം ലഭിച്ച പഴയ നിയമം. എബ്രായർ 8:7 ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നു എങ്കിൽ രണ്ടാമത്തേതിന് ഇടം അന്വേഷിക്കയില്ലായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ നിയമം കുറവുള്ളതായതിനാൽ അതിനെ മാറ്റിവെച്ചിട്ട് ദൈവം രണ്ടാമത്തേതിനെ സ്ഥാപിച്ചു. 8:13 വായിക്കുന്നു, പുതിയത് എന്ന് പറയുന്നതിനാൽ ഒന്നാമത്തേതിനെ, ആദ്യത്തേതിനെ
പഴയതാക്കി തീർത്തിരിക്കുന്നു. അടുത്ത വാക്കുകൾ ശ്രദ്ധിക്കുക. പഴയതാകുന്നതും ജീർണിക്കുന്നതുമെല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു. ഇതിൽ കൂടുതൽ എന്താണ് പഴയ നിയമം ഇന്ന് പ്രാബല്യത്തിലില്ല എന്ന് തെളിയിക്കുവാൻ വേണ്ടത്? ഇനി ഗലാത്യലേഖനം 2:14 വരൂ. അവിടെ പൗലോസ് ദൈവമക്കളോട്, ബർന്നബാസിനോടും പൗലോസിനോടും സംവാദിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതായത് പൗലോസ് പത്രോസിനോട് വളരെ ശക്തമായി എല്ലാവരും കേൾക്കെ, കാരണം ഒരു കാര്യം പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകണം ഇത് പൊതുവിനെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനും അദ്ദേഹത്തോട് വ്യക്തിപരമായി, സൂപ്രണ്ടിനോട് വ്യക്തിപരമായി പറയേണ്ടതിന് പകരം എല്ലാ ദൈവമക്കളും ഇത് ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പരസ്യമായി സംസാരിക്കുന്നത്. അതിൽ ഖേദിക്കുന്നു. എന്നാൽ അവിടെ നാം വായിക്കുന്നത് പൗലോസ് പത്രോസിനോട് പറയുന്നത്, നീ യഹൂദനായിരിക്കെ യഹൂദ പ്രമാണങ്ങളെ അനുസരിക്കാതിരിക്കുന്നു. നീ അനുസരിക്കാതിരിക്കുന്ന യഹൂദ ന്യായപ്രമാണത്തെ അനുസരിക്കുവാൻ നീ ജാതികളെ നിർബന്ധിക്കുന്നു. അതെന്ത്? പത്രോസിനോടും കൂട്ടുകാരനായ ബർന്നബാസിനോടും പൗലോസ് ചോദിക്കുന്ന കാര്യമാണ്. അതായത് ജാതികൾ ന്യായപ്രമാണം അനുസരിക്കുവാൻ ബാധ്യസ്ഥരല്ല. വചനം വായിച്ചാൽ നമുക്കത് മനസ്സിലാകും. ഇന്ന് എന്തുകൊണ്ടോ നാം ആരാണ് എന്ന് നാം ചിന്തിക്കുന്നില്ല. നാം ഇന്ന് യാക്കോബായിന്നും മർത്തമായിന്നും ഒക്കെ രക്ഷിക്കപ്പെട്ടു വന്നവരുടെ ചിന്ത നാം യഹൂദന്മാരുടെ പിന്തുടർച്ചയാണെന്നാണ്. അങ്ങനെ ഒരു ധ്വനി വന്നു പോകുന്നു, എനിക്ക് തോന്നിപ്പോകുന്നു. ജാതികൾ വേറെയാണ്, അവരെ നമ്മൾ ജാതികളിൽ നിന്ന് വന്നവരെന്ന് കണക്കാക്കുന്നു. നാം യഹൂദന്മാരാണോ? ന്യായപ്രമാണമായിട്ട് നമുക്ക് എന്ത് ബന്ധമാണ്? പൗലോസ് എഫേസ്യ ലേഖനം 3:16 പറയുന്നു, പൂർവകാലത്ത് മറഞ്ഞിരുന്ന ഒരു മർമ്മമാണ് ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളുമാകണമെന്നുള്ളത് ദൈവത്തിന്റെ ഒരു വലിയ മർമ്മമായിരുന്നു. ജാതികൾ ന്യായപ്രമാണത്താലല്ല, സുവിശേഷത്താൽ ക്രിസ്തുവിൽ പങ്കാളികളായി തീരണം. യേശു ക്രിസ്തു ലോകത്തിൽ വന്ന് ലോകത്തോട് ആദ്യമായി പ്രസംഗിച്ചു തുടങ്ങിയത് കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്നാണ്. അപ്പോസ്തലപ്രവൃത്തി 15:17 ജാതികൾ സുവിശേഷം കേട്ട് വിശ്വസിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ തിരിഹിതമാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇനി കർത്താവും പൗലോസും എവിടെയെങ്കിലും പുതിയ നിയമത്തിൽ പഴയ നിയമത്തെ ഉദ്ധരിച്ചും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് യഹൂദന്മാരോട് സംസാരിച്ച് ന്യായപ്രമാണത്തിൽ പറഞ്ഞിരുന്ന ആ രക്ഷാ പദ്ധതിയുടെ നിവർത്തിയാണ് യേശു ക്രിസ്തുവിൽ നിവർത്തിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തു ദൈവത്തിൽ നിന്ന് വന്ന മശിഹയാണ് എന്ന് തെളിയിക്കുവാൻ വേണ്ടി യഹൂദന്മാരോട് മാത്രമാണ് ന്യായപ്രമാണത്തെ ഉദ്ധരിച്ച് സംസാരിച്ചിട്ടുള്ളത്. ജാതികളോട് സംസാരിക്കുമ്പോൾ ന്യായപ്രമാണമല്ല. തിമോത്തിയോസിന്റെ ലേഖനം 1 ലേഖനം 2:5 നാം വായിക്കുന്നത് പോലെ അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. എന്താണ് ആ സത്യം? ദൈവം ഒരുവനേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. ദാവീദിന്റെ
തുടർന്ന് മറ്റൊരു ഭാഗത്ത് വായിക്കുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. സകല മനുഷ്യരും സകല ജാതികളും അറിയുവാൻ ദൈവം ആഗ്രഹിക്കുന്ന സത്യം ഇതാണ്: ദൈവം ഒരുവനേ ഉള്ളൂ. സുവിശേഷ പ്രസംഗത്തിൽ പഴയ നിയമ ചരിത്രമല്ല പ്രസംഗിക്കേണ്ടത്, വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്നു ദൈവരാജ്യത്തെ കുറിച്ച്. യേശുക്രിസ്തു അപ്പോസ്തലന്മാരും പ്രസംഗിച്ച ദൈവരാജ്യത്തെ കുറിച്ച്, സകല മനുഷ്യരും അറിയുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ആ മഹൽ സത്യത്തെ കുറിച്ച്. അതായത് ഏക സത്യ ദൈവമേ ഉള്ളൂ, ദൈവം ഒരുവനേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഏക മധ്യസ്ഥൻ യേശുക്രിസ്തു, എല്ലാവർക്കും വേണ്ടി ജീവനെ മറുവിലയായി കൊടുത്ത ക്രിസ്തുവേശു. അതുകൊണ്ടാണ് പൗലോസ് താൻ ആർജിച്ച മതജ്ഞാനമെല്ലാം മാറ്റിവെച്ചിട്ട് ഞാനോ ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞത്. ദൈവമക്കളിത് ആഴമായി പഠിക്കുവാൻ ഞാനത് നിങ്ങൾക്ക് വിടുകയാണ്. ഗലാത്യ ലേഖനം 3:1 പൗലോസ് പറയുന്നു, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, അവർ പിന്നെയും ന്യായപ്രമാണത്തിന് അടിമപ്പെടുവാൻ തുടങ്ങിയത് കൊണ്ടാണ് അങ്ങനെ വിളിച്ചത്. ഇന്നും നമ്മെ ബുദ്ധിയില്ലാത്ത പെന്തിക്കോസുകാരെ എന്ന് വിളിക്കണമോ എന്ന് നാം തന്നെ ചിന്തിക്കുക. ഗലാത്യ ലേഖനം 4:21, ന്യായപ്രമാണത്തിന്റെ കീഴിൽ ഇരിപ്പാൻ ഇച്ഛിക്കുന്നവരെ എന്ന് പൗലോസ് ഗലാത്യയിലുള്ള ന്യായപ്രമാണവാദികളെ വിളിക്കുന്ന ഒരു വിളി നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. ഗലാത്യർ 5:1 നാം വായിക്കുന്നു, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വന്തരാക്കി, അടിമനുഖത്തിൽ വീണ്ടും കുടുങ്ങിപ്പോകരുത്. ഏതാണ് അടിമനുഖം? യേശു കർത്താവ് പറഞ്ഞു, എന്റെ നുഖം ലഘുവാണ്, എന്റെ ചുമട് എന്റെ നുഖം മൃദുവാണ്, എന്റെ ചുമട് ലഘുവാണ്. അടിമനുഖം ന്യായപ്രമാണമാണ് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. പറയട്ടെ, ന്യായപ്രമാണം എന്ന് പറയുന്ന ആ വൃക്ഷത്തിന്റെ അഥവാ വിശ്വാസത്തിന്റെ ആ പ്രമാണത്തെ അതൊരു വൃക്ഷമായി നാം കണ്ടാൽ, വിശ്വാസ വീരന്മാർ അവിടെയുണ്ട്. അബ്രഹാം ലേഖനം 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വിശ്വാസ വീരന്മാർ അവിടെയുണ്ട്. അനേക ദൈവമക്കൾ അവിടെയുണ്ട്. അവരൊക്കെ വിശ്വാസത്താൽ കർത്താവിനെ പ്രസാദിപ്പിച്ചവരാണ്. വിശ്വാസം എന്ന ദൈവീക വിഷയത്തിന്റെ തായ്തടി അവിടെ നിർത്തിയിട്ട് യഹൂദ മതമെന്ന ആ കൊമ്പ് കർത്താവ് വെട്ടിക്കളഞ്ഞിട്ടാണ് ആ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ വിശ്വാസം എന്ന ദൈവീക പ്രമാണത്തിന്മേൽ വിശ്വാസത്താൽ ദൈവമക്കളെ, എന്നെയും നിങ്ങളെയും കർത്താവ് രക്ഷിച്ച് ആ കൊമ്പ് മതമെന്ന യഹൂദ മതമെന്ന കൊമ്പ് വെട്ടിക്കളഞ്ഞിട്ട് നമ്മെ അതിനോട് ചേർത്ത് ദൈവം ഒട്ടിച്ച് നമ്മെ ഒരു വൃക്ഷമാക്കി തീർത്തിരിക്കുകയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ വിവരിക്കുന്നില്ല, നാം അത് പഠിക്കുവാനായി വിടുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 15:24 ദൈവവചനം ഇങ്ങനെ പറയുന്നു, പൗലോസ് ഇങ്ങനെ പറയുന്നു, ഞങ്ങൾ കൽപ്പന കൊടുക്കാതെ ചിലർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങളെ വാക്കുകളാൽ ഭ്രമിപ്പിച്ച് ഹൃദയങ്ങളെ കലക്കി എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ആ വാക്യം മുഴുവൻ നിങ്ങൾ വായിച്ചു നോക്കണം. ഈ ദേവദാസൻ ദൈവമക്കളോട് പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് വാസ്തവത്തിൽ ഈ വചനമാണ് ഓർമ്മയിൽ വന്നത്. ന്യായപ്രമാണത്തിന്റെ ഈ അടിമനുഖത്തിന്റെ കാര്യങ്ങൾ വളരെ ആധികാരികം എന്നോണം ദൈവജനത്തെ ഭയപ്പെടുത്തി അവരോട് വളരെ അധികാരത്തോട് സംസാരിച്ച് ദൈവജനത്തെ കലക്കുകയല്ലേ, അവരുടെ ഹൃദയങ്ങളെ ഭ്രമിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് ദൈവത്തിന് ടാക്സ് കൊടുക്കണം.
ആത്മീയ പാപ്പരത്വമാണ് ആ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത്. ഡോക്ടർക്ക് കാശ് കൊടുക്കുന്ന പോലെ, അല്ലെങ്കിൽ ജോലിക്ക് ശ്രമിക്കുന്നത് പോലെ, അല്ലെങ്കിൽ മറ്റു പല ഉദാഹരണങ്ങളും അദ്ദേഹം പറയുന്നത് അതുപോലൊക്കെ നാം ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന ഈ നന്മകൾക്ക് നാം ദൈവത്തിന് ടാക്സ് കൊടുക്കണം. എത്ര ഭയങ്കരമാണ്! ദൈവമക്കൾ ഈ ലോകത്തിൽ അനുഭവിപ്പാൻ ദൈവം നല്ലവരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും തന്നെ മഴ പെയ്യിക്കുന്ന ദൈവം നമ്മളിൽ നിന്ന് ടാക്സ് പ്രതീക്ഷിച്ചല്ല ഇത് ചെയ്യുന്നത്. സ്തോത്രം! നാം ഇതൊക്കെ അനുഭവിച്ച് ദൈവത്തെ സ്നേഹിക്കുവാനാണ്. ന്യായപ്രമാണം രണ്ട് വാക്യത്തിൽ കർത്താവ് ഒതുക്കി പറഞ്ഞിരിക്കുന്നു, സംക്ഷേപിച്ചിരിക്കുന്നു. അതായത്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. 2, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അപ്പോസ്തലനായ പൗലോസും ഗലാത്യ ലേഖനത്തിൽ ആ വാക്യം പറഞ്ഞിരിക്കുന്നു, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള കൽപ്പനയിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. നാം ദൈവത്തിന്, ദൈവവേലയ്ക്ക്, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് കൊടുക്കുന്നത് മുഴുവനും ന്യായപ്രമാണത്തിന്റെ പ്രമാണം കൊണ്ടല്ല, ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അല്ലാത്ത ഒരു ദാനത്തിലും ദൈവം പ്രസാദിക്കുകയില്ല. ദൈവത്തിന് അത് ഇഷ്ടമല്ല. അവിടെ ഞാൻ അതിനെക്കുറിച്ച് 1-2 കാര്യങ്ങളോട് പറയണമെന്നുണ്ട്. രണ്ടാമതായി അദ്ദേഹം പറയുന്നത് ആത്മീയ ശുശ്രൂഷ ഫ്രീ അല്ല. ഒരു സേവനങ്ങളും ലോകത്തിൽ ഫ്രീ അല്ല. അതുകൊണ്ട് ആത്മീയ ശുശ്രൂഷയ്ക്കും ഫീസ് കൊടുത്തേ പറ്റൂ. മത്തായി 10:8 ഒന്ന് വായിച്ചു നോക്കണം. അവിടെ യേശു കർത്താവ് പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചു, നിങ്ങൾ ഇത് സൗജന്യമായി കൊടുക്കണം. അദ്ദേഹം വിശ്വാസികളോട് പറയുന്നു, പാസ്റ്റർമാർക്ക് രോഗം വന്നാൽ ഒന്നുകിൽ നിങ്ങൾ പ്രാർത്ഥിച്ച് സൗഖ്യമാക്കണം, അല്ലെങ്കിൽ ആശുപത്രി കൊണ്ടുപോകാനുള്ള പൈസ കൊടുക്കണം. വിശ്വാസികൾക്ക് രോഗം വന്നാൽ പ്രാർത്ഥിച്ച് ആശുപത്രിയിലേക്ക് വിടുന്ന ഉത്തരവാദിത്വമാണോ പാസ്റ്റർമാർക്കുള്ളത്? ഇത് പാസ്റ്റർമാർക്ക് ബാധകമല്ലേ? ഇവിടെയാണ് നേരത്തെ പറഞ്ഞ അപ്പോസ്തലപ്രവൃത്തി 5:24 ചിലര് ന്യായപ്രമാണം പറഞ്ഞ് നിങ്ങളുടെ ഹൃദയത്തെ ഭ്രമിപ്പിക്കുന്നു, കലക്കുന്നു. ഹൃദയം കലക്കുക. ദൈവമക്കൾ പകലന്തിയോളം അധ്വാനിച്ച് പാറയടിക്കുന്ന, മൈക്കാട് ചെയ്യുന്ന, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ 12-16 മണിക്കൂറുകൾ കഠിനാധ്വാനം ചെയ്യുന്ന പണം മതഭക്തിയുടെ വാക്യങ്ങൾ ഉദ്ധരിച്ച് ദൈവജനത്തോട് പിടുങ്ങി ഓരോ സംഘടനകൾ കെട്ടിപ്പണിഞ്ഞ് അതിന്റെ റബിമാരായി, നേതാക്കന്മാരായി, ആദരണീയരായി അലങ്കരിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന സംഘടന നേതൃത്വങ്ങൾ, അത് ഇന്നാരെന്നല്ല, സംഘടനയുടെ നേതൃത്വങ്ങൾ. ഇത് പിശാച് നമ്മുടെ ഇടയിൽ കൊണ്ടുവന്ന ഒരു വലിയ ദൈവരാജ്യത്തിനെതിരായ നീക്കമാണ് എന്ന് ദൈവമക്കൾ ഈ തലമുറയിലെങ്കിലും തിരിച്ചറിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഇനി ദൈവമക്കൾ എങ്ങനെയാണ് കർത്താവിന് കൊടുക്കേണ്ടത്? അവർ കൊടുക്കണ്ടേ? നിശ്ചയമായി. നിങ്ങൾ നോക്കണം, പരിശുദ്ധാത്മാവ് ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ഓരോരുത്തരുടെ മേൽ അതിശക്തമായി ആവസിച്ച് പെന്തക്കോസ്ത് നാളിൽ, അത് പെന്തക്കോസ്ത് അനുഭവമല്ല, പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ച ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ അനുഭവമാണ്. ആ അവസ്ഥയിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അവരുടെ കൂട്ടായ്മയുടെ ആഴങ്ങൾ വർദ്ധിച്ചു. അവർ ദിനംപ്രതി ദൈവാലയത്തിൽ കൂടി വന്നു. അവർക്കുണ്ടായിരുന്നതിനെ ഒക്കെ കൊണ്ടുവന്ന് പൊതുവകയെന്ന് എണ്ണി മുട്ടുള്ളവർക്ക് കൂടെ പങ്കിട്ട് കൊടുത്ത് അവരിൽ മുട്ടുള്ളവൻ ആരും ഉണ്ടായിരുന്നില്ല. തങ്ങൾ സമ്പാദിച്ചതൊന്നും തങ്ങളുടെ കഴിവ് കൊണ്ട് തങ്ങൾക്ക് അനുഭവിച്ച്
തീർക്കുവാനുള്ളതല്ല. ദൈവമാണ് ആരോഗ്യം തന്നത്, ദൈവമാണ് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തന്നത്. ഇത് കഷ്ടപ്പെടുന്ന, ന്യായമായി കഷ്ടപ്പെടുന്ന മറ്റുള്ളവർക്ക് കൂടി പങ്കിട്ട് കൊടുക്കേണ്ടതാണെന്ന് പരിശുദ്ധാത്മാവ് അവരെ ബോധ്യമാക്കിയത് കൊണ്ടാണ് അവരതിന് തുനിഞ്ഞത്. അല്ലാതെ പരിശുദ്ധാത്മാവിന്റെ അവക്വത കൊണ്ടോ ബുദ്ധികേട് കൊണ്ടോ അന്ന് അവർക്ക് തോന്നിച്ചതല്ല. അവരെ നടത്തിയത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് അനന്യാസും സഫീറയും അതിൽ ആ തീരുമാനത്തിൽ ഒരകൃത്യം ചെയ്തപ്പോൾ അവർ ഉടനടി ന്യായവിധി അനുഭവിക്കുവാനിടയായി തീർന്നത്. അത് പിന്നീട് 3-ാം നൂറ്റാണ്ടോ കഴിഞ്ഞപ്പോഴാണ് മാനുഷിക കാരണങ്ങൾ കൊണ്ട് അത് മതം വന്നപ്പോൾ അത് മാറ്റപ്പെട്ട് ഇങ്ങനെ പിരിവുകളിലേക്ക് മാറുവാനിടയായത്. ആദിമ നൂറ്റാണ്ടിൽ ദൈവസഭയിൽ ഒരിടത്തൊരു ബുദ്ധിമുട്ടുണ്ടായാൽ പാസ്റ്റർമാരുടെ ബുദ്ധിമുട്ടല്ല. അന്ന് ഇന്ന് കാണുന്ന പോലെയുള്ള പൗരോഹിത്യ പാസ്റ്റർമാരില്ല. ഇത് കത്തോലിക്ക മതത്തിന്റെ തുടർച്ചയായതുകൊണ്ടാണ് ഈ സംവിധാനങ്ങൾ വന്നത്. അത് ഞാൻ പിന്നീട് സംസാരിക്കാം. അന്ന് ഒരിടത്തൊരു സഭയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ, ഞെരുക്കമുള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ കഴിവുള്ളവർ അവരെ ആ ഘട്ടത്തിൽ സഹായിക്കുവാൻ, അവരെ ഉദ്ധരിച്ചു കൊണ്ടുവരുവാൻ തങ്ങൾ കൊടുത്ത് അവരെ സഹായിച്ച് ദൈവസഭയുടെ സന്തുലിത നിലനിർത്തി, ദൈവജനത്തിന് ഇക്വാലിറ്റി നിവർത്തിച്ച് കൊണ്ടുപോകുന്നത്, അതിനുള്ള ആഹ്വാനവും നമുക്ക് ദൈവജനത്തിൽ കാണാം. പൗലോസ് പറയുന്നു, നിങ്ങളുടെ സുവിശേഷം മറ്റുള്ളവരുടെ ദുർഭിക്ഷത്തിന് ഉതകണം. നിങ്ങൾക്ക് ദുർഭിക്ഷമുണ്ടായി നിങ്ങൾ പാപ്പനാകുവാനല്ല, നിങ്ങൾക്കും അവർക്കും സമത്വം ഉണ്ടാകണം. കുറെ പെറുക്കിയവന് കുറച്ചും ഏറെ പെറുക്കിയവന് ഏറെയും എന്ന് ദൈവത്തിന്റെ പ്രമാണത്തിൽ ഇല്ല. ഇന്ന് പാസ്റ്റർമാരെ നോക്കൂ, പണക്കാരെ നോക്കൂ, പാവപ്പെട്ടവനെ നോക്കൂ. കടഭാരം കൊണ്ട് മക്കളുടെ വിദ്യാഭ്യാസത്തിന് ലോൺ എടുത്ത് ആ ലോൺ തിരിച്ചടയ്ക്കാതെ തുടർച്ചയായിട്ട് ജപ്തി നോട്ടീസുകൾ വാങ്ങിച്ച് ഞരങ്ങി കഴിയുന്ന എത്രയോ ദൈവമക്കൾ ഈ കൂട്ടത്തിലുണ്ട്. ഒരു നല്ല വീട്ടിൽ പാർക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ നമ്മുടെ ഇടയിൽ എത്ര പേരുണ്ട്? പാസ്റ്റർമാർ, നേതാക്കന്മാർ, നമ്മളൊക്കെ മൊസൈക്കിട്ട നല്ല നല്ല ആധുനിക വീടുകളിൽ പാർക്കുമ്പോൾ നമ്മുടെ ജനം എങ്ങനെ നാം ഓർക്കണം. ഒരു നല്ല ആഹാരം കഴിക്കാൻ, നല്ലൊരു മീൻ കഷ്ണം കഴിക്കുവാൻ കൊതിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്. നമുക്ക് ഏത് മീൻ വാങ്ങിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ, സ്തോത്രം, ഞാന് കേരളത്തിലെ ഇന്ത്യയിലെ കാര്യമൊക്കെയാണ് പറയുന്നത്. നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? നമ്മുടെ സ്നേഹം എന്താണ്? ദൈവമക്കൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. ഇതല്ല ദൈവസഭയിൽ നടക്കേണ്ട ആ പ്രമാണം എന്ന് നാം മനസ്സിലാക്കണം. പുതുനിയമത്തിൽ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? 2 കൊരിന്ത്യർ 8:11, ഒരുത്തന് മനസ്സൊരുക്കമുണ്ടെങ്കിൽ അവൻ പ്രാപ്തി ഇല്ലാത്തതുപോലെ അല്ല. അതായത് കടം വാങ്ങിച്ചോ പലിശക്കെടുത്തോ സഭയുടെ കാര്യങ്ങൾ നടത്തിയാൽ ദൈവം തിരിച്ച് അതിന്റെ ഇരട്ടി കൊടുക്കുമെന്ന് പഠിപ്പിച്ചല്ല കൊടുക്കേണ്ടത്. അവനവന്റെ പ്രാപ്തി പോലെ കൊടുക്കണം. പ്രാപ്തി പോലെ, പ്രാപ്തിക്ക് മീതെയല്ല. അതും 8:14 നിങ്ങൾ വായിച്ചു നോക്കണം. ഈ കാലം എന്നൊരു സമയം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത്, ഇപ്പൊ നേരത്തെ കൊടുത്തതുപോലെ ഇപ്പൊ കൊടുക്കണമെന്നല്ല. ഈ സമയത്ത് അവിടെ ഒരു ആവശ്യം വന്നു, അതുകൊണ്ട് ഈ കാലം അവിടെ കൊടുക്കണം. നിങ്ങളുടെ പൈസ, നിങ്ങളുടെ പിരിവ്, അങ്ങനെ ആവശ്യത്തിനും സമയത്തിനും അനുസരിച്ച്, ദൈവമക്കളുടെ ആവശ്യങ്ങൾ അനുസരിച്ച് ദൈവമക്കൾ അന്യോന്യം കാര്യങ്ങൾ, ഭൗതിക കാര്യങ്ങളിൽ കൂട്ടായ്മ കാണിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. 2 കൊരിന്ത്യർ 9:7 സ്തോത്രം. അവിടെ നേരത്തെ വായിക്കുന്നു, ഓരോരുത്തരുടെ പ്രാപ്തിക്കൊത്തവണ്ണം. ഓരോരുത്തരുടെയും പ്രാപ്തി നിശ്ചയിക്കുന്നത് ലോകത്തിൽ ആരുമല്ല, സംഘടനയല്ല, അവരവരാണ്. ദൈവത്തോടുള്ള ബന്ധത്തിൽ, ദൈവ സ്നേഹത്തിൽ അവനവന്റെ പ്രാപ്തി അവരവരാണ് തീരുമാനിക്കേണ്ടത്. പ്രാപ്തിക്ക് മീതെ കൊടുക്കുവാൻ ദൈവവചനം നമ്മോട് ആവശ്യപ്പെടുന്നില്ല. ഇനി 2 കൊരിന്ത്യർ 9:7
അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കണം. സങ്കടത്തോടെയല്ല, നിർബന്ധത്താലും അരുത, അല്ല, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കർത്താവ് പറഞ്ഞ കൽപ്പന, ദൈവമായ കർത്താവിനെ സ്നേഹിക്കുക, കൂട്ടുകാരനെ സ്നേഹിക്കുക. ഈ സ്നേഹത്തിൽ നിന്ന് ഉളവാകുന്നത് ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ നാം കൊടുക്കണം. അത് ഒരുപക്ഷെ അധികം കൊടുക്കുവാൻ നമുക്കൊരു പ്രേരണ വന്നാൽ അതിനെ അവസ്ഥകൾ നോക്കി നമ്മൾ ഒതുക്കിക്കളയരുത്. ദൈവാത്മാവ് നൽകുന്ന പ്രേരണയ്ക്കനുസരിച്ച് കൊടുക്കുവാനാണ്, സന്തോഷത്തോടെ കൊടുക്കുവാനാണ്. നിർബന്ധത്താൽ കൊടുക്കരുത് എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അതിൽ ദൈവം പ്രസാദിക്കുക ഇല്ല. ഞാൻ എൻ്റെ വാക്കുകളോടെ അവസാനിപ്പിക്കട്ടെ. ഇന്ന് ദൈവജനത്തിന് ആശ്വാസം ലഭിക്കുവാൻ സങ്കീർത്തനങ്ങളിലേക്കോ പഴയ നിയമ വിജയം പ്രാപിക്കുവാൻ പഴയ നിയമത്തിലെ വീര ചരിത്രങ്ങളിലേക്കോ പോയി ആവേശപ്പെടുത്തുന്ന, ആത്മാവിലാക്കുന്ന ആത്മാവ് പുതിയ നിയമത്തിന്റെ ആത്മാവല്ല, പരിശുദ്ധാത്മാവല്ല, മതത്തിന്റെ ആത്മാവാണ്. ആവേശം എന്നാൽ ആശ്വാസം നൽകുന്ന, സൗമ്യതയോടെ കർത്താവിനോട് ചേർന്ന് പഠിക്കുന്ന, കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് മറിയെ പോലെ പഠിക്കുന്ന പരിശുദ്ധാത്മാവാണ് നമ്മെ നടത്തേണ്ടത്. ആത്മാവിൽ നടത്തപ്പെടുവാൻ, ദൈവവചനം പഠിക്കുവാൻ, യേശുക്രിസ്തുവിന്റെ നിർമ്മല കന്യകയായി എഫെസ്യർ 5-ാം അധ്യായത്തിൽ നാം കാണുന്ന പോലെ കറയും ചുളുക്കവുമില്ലാത്ത മണവാട്ടിയായി തേജസ്സോടെ പിതാവിന്റെ മുൻപിൽ യേശുക്രിസ്തുവിന്റെ മണവാട്ടിയായി നിൽക്കുവാൻ 1 നാം വായിക്കുന്നത് പോലെ ക്രിസ്തു എന്ന ഏക പുരുഷൻ നിർമ്മല കന്യകയായി ഞാനും നിങ്ങളും ഏൽപ്പിക്കപ്പെടുവാൻ, വെളിപ്പാട് പുസ്തകം നാം വായിക്കുന്ന പോലെ ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകുമെന്ന് ദൈവാത്മാവ് പറയുന്നത് പോലെ കർത്താവിനോടുകൂടെ ജയാളികളായി വാഴുവാൻ ദൈവത്തിന്റെ വചനം, സത്യവചനം, പുതിയ നിയമം, അതിന്റെ പ്രാധാന്യത മനസ്സിലാക്കി മത്തായി സുവിശേഷം മുതൽ വെളിപ്പാട് പുസ്തകം വരെ അപ്പോസ്തലന്മാർ, കർത്താവും അപ്പോസ്തലന്മാരും നമ്മെ പഠിപ്പിച്ച ദൈവസഭയുടെ പ്രമാണങ്ങൾ പഠിച്ച് അതിൽ ജയാളികളായി കർത്താവിനോടുകൂടെ വാഴുവാൻ ഒരുക്കപ്പെടുവാൻ എല്ലാ ദൈവമക്കളും തങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആത്യന്തിക ശ്രദ്ധ ഈ ദിവസങ്ങളിൽ യഥാസ്ഥാനപ്പെടുത്തി കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ വചനത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് നമ്മുടെ തലമുറകൾക്ക് അതൊരു മാതൃകയാക്കി കൊടുക്കുവാൻ, ഇന്നത്തെ തകരുന്ന തലമുറകളുടെ അവസ്ഥ കാണുവാൻ, അതെന്തുകൊണ്ടെന്ന് പരിശോധിക്കുവാൻ ദൈവസഭ യേശുക്രിസ്തുവിന്റെ പ്രമാണത്തിൽ നിന്ന്, അപ്പോസ്തലിക ഉപദേശത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് അതിനെ മടക്കി കൊണ്ടുവരുവാൻ തീർച്ചയ്ക്ക് സഹോദരന്മാരെ യഥാസ്ഥാനപ്പെടുവീൻ എന്നുള്ള ദൈവവചനത്തിന്റെ ആഹ്വാനം വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ സഭയോട് ദൈവം പറയുന്ന, പരിശുദ്ധാത്മാവ് പറയുന്ന, കർത്താവ് പറയുന്ന, സഭയുടെ നാഥൻ പറയുന്ന യഥാസ്ഥാനത്തിന്റെയും മാനസാന്തരത്തിന്റെയും പ്രമാണങ്ങൾ, മുന്നറിയിപ്പുകൾ ഉൾക്കൊള്ളുവാൻ ഓരോ ദൈവമക്കളോടും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കരുണയിലും കൃപയിലും ശരണപ്പെട്ട് നിങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ദൈവസഭയ്ക്ക്, രക്ഷിക്കപ്പെടുന്ന ദൈവമക്കൾക്ക് പഠിച്ച് വിജയാളികളായി യേശുവിനോടുകൂടെ വാഴുവാൻ പ്രാപ്തരാക്കുവാൻ നമുക്ക് തന്നിരിക്കുന്ന പ്രമാണം പുതിയ നിയമമാണ്, കർത്താവിന്റെ വചനങ്ങളാണ്. ആഴക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനം വിട്ട് പണിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിന്റെ ന്യായാസനത്തിങ്കിൽ
നമ്മുടെ ആത്മീയ കെട്ടിടങ്ങൾ വചനത്തിൽ അടിസ്ഥാനപ്പെട്ടില്ല എങ്കിൽ അത് തകർന്നു പോകും. ഭയത്തോടെ ദൈവവചനം പഠിക്കുവാൻ, ദൈവസന്നിധി താണിരിക്കുവാൻ, ക്രിസ്തുയേശുവിനോട് ചേർന്ന് സൗമ്യതയോടെ പഠിക്കുവാൻ പരിശുദ്ധാത്മാ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ബഹുമാനപ്പെട്ട ദൈവദാസൻ ആ പറഞ്ഞ തൻ്റെ വചനങ്ങൾ, തൻ്റെ വാക്കുകൾ പരിശോധിക്കുവാൻ ഇടയാകട്ടെ. അത് കേട്ട് ആവേശം കൊണ്ടിട്ടുള്ള ദൈവമക്കൾ ദൈവവചനത്തിൽ തങ്ങളെ തന്നെ പരിശോധിച്ച് വചനത്തിൽ യഥാസ്ഥാനപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ ഇത്രയും പറഞ്ഞെങ്കിലും ആർക്കെങ്കിലും ഒക്കെ എന്നോട് എതിര് തോന്നിയിരിക്കാം. അങ്ങനെയുണ്ടെങ്കിൽ, ഇത് വചനത്തിൽ നിന്ന് ഞാൻ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എന്നെ കറക്റ്റ് ചെയ്യുവാൻ എല്ലാ ദൈവമക്കൾക്കും അവകാശമുണ്ട്. നാം ദൈവമക്കളാണല്ലോ, അന്യോന്യം പ്രബോധിപ്പിക്കേണ്ടവരാണല്ലോ, തിരുത്തേണ്ടവരാണല്ലോ. നിങ്ങളുടെ ആ അഭിപ്രായങ്ങൾ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ, ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും ദൈവവചനത്തിൽ ദൈവമക്കൾ യഥാസ്ഥാനപ്പെടേണ്ട വിഷയങ്ങളെ കുറിച്ചുള്ള വിഷയങ്ങളുമായി നമുക്ക് ഒരുമിച്ച് കാണാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ആമേൻ.